നമസ്കാരം. ഇന്ന് ഞാനും അമ്മച്ചിയും കൂടെ ഒരു അടിപൊളി പൊറോട്ട ഉണ്ടാക്കാൻ പോവുക. നമ്മൾ ഈ ഹോട്ടലിൽ നിന്നൊക്കെ പൊറോട്ട കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ. അപ്പം എളുപ്പത്തിൽ എങ്ങനെ വീട്ടിൽ പൊറോട്ട ഉണ്ടാക്കാമെന്ന് അമ്മച്ചി കാണിച്ചു തരാം. ഞാൻ കണ്ടു നിൽക്കുകയുള്ളൂ, കഴിക്കാനും കൂടും കേട്ടോ. അപ്പം നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ പൊറോട്ടയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് ഒത്തിരി ബുദ്ധിമുട്ടല്ല ഉണ്ടാക്കാൻ. കടയിൽ നിന്ന് മേടിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട്ടിൽ ചെയ്യുന്നത് കൊണ്ട് ചിലപ്പോൾ ഒരു മുട്ടയൊക്കെ ചേർത്ത് ഉണ്ടാക്കും. അപ്പോൾ ടേസ്റ്റ് ഇച്ചിരി ഒന്നോടെ രുചി ഉണ്ടാവും, കൂടുതലായിട്ട് വരും. അപ്പം കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട. കറി ഇല്ലെങ്കിലും തിന്നാൻ കൊള്ളാം. കൊച്ചു പിള്ളേർക്കൊക്കെ കറി കൂട്ടാതാണെങ്കിലും തിന്നാം. അതിന് പരുവത്തിനാണ്. ഇടയ്ക്കൊക്കെ പൊറോട്ട ഉണ്ടാക്കി കഴിക്കാറുണ്ടോ? ഉണ്ടാക്കാറുണ്ട്. ആണോ? അങ്ങനെ അതിനിപ്പോൾ നമ്മൾ മൈദയല്ലേ ഉപയോഗിക്കുന്നത്? അതെ, മൈദയായി. ഇന്ന് ഞാൻ എടുത്തിരിക്കുന്ന മൈദയാണ്. ഗോതമ്പ് പൊടി കൊണ്ടും ഉണ്ടാക്കാറുണ്ട്. മൈദ എടുത്ത് ഗോതമ്പ് പൊടി ആകുമ്പോൾ ആരോഗ്യത്തിന് കുറച്ചും കൂടെ നല്ലതാണ്. നല്ലതാ. അതെ അതെ, എല്ലാവർക്കും മൈദ ഒരു പിണക്ക് പോലെ. പക്ഷെ ഇന്ന് ഞാൻ ഇത് എടുത്തേക്കുന്ന മൈദയാണ്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഇങ്ങനെ ഇതെല്ലാം. അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ വെച്ചിട്ട് ഇത് പരത്തി ഒന്ന് ചെറുതായിട്ട് വീശി അടിച്ച്. ശരിക്കും ചായക്കടയിൽ ഉണ്ടാക്കുന്ന വീശി അടിച്ചൊക്കെയാണ് ഉണ്ടാക്കുന്നത്. 1 കിലോ മൈദ എടുത്ത് കുഴച്ച് വെച്ചിരിക്കുകയാണ്. മുട്ടയും 2 മുട്ടയും ചേർത്ത് ഉപ്പും ഒരു 1/2 സ്പൂണ് പഞ്ചസാര ഇട്ടിട്ടുണ്ട്. അപ്പോഴാ ഞാൻ പറഞ്ഞ പിള്ളേർക്കൊക്കെ ഇഷ്ടപ്പെടും. ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ അങ്ങനെ അത് 2 മണിക്കൂറായി കുഴച്ച് വെച്ചിട്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബാക്കി പരിപാടി ചെയ്യാൻ പോകും. അപ്പോൾ നമുക്ക് നല്ല വീശി അടിച്ച് നല്ല ചൂടൻ പൊറോട്ട ഉടനെ കഴിക്കാം അല്ലേ? തുടങ്ങാം. പിന്നെ എന്നാലേ അവിടെ പോയി മാറി നിൽക്കണ്ട, നമുക്ക് ഒന്നിച്ച് പൊറോട്ട അടിക്കാം. ഞാൻ കാണിക്കാം, അതനുസരിച്ച് ഒന്ന് വീശി ഒന്ന് അടിച്ച് നോക്കാം. അതെ, അപ്പോൾ നല്ലൊരു പൊറോട്ട മേക്കർ ആകും ഞാൻ. അതെ അതെ, ഇത് കണ്ട് വീട്ടിൽ ചെന്നിട്ടാന്നേലും ഒന്ന് ആയിക്കോട്ടെ ട്രൈ ചെയ്യാം. ഓക്കെ, നോക്കാം. അപ്പം നമുക്ക് ഈ പൊറോട്ട കുഴച്ച് വെച്ചേക്കുന്നെടുത്ത് ഈ കൗണ്ടർ ടേബിളിൽ ഒന്നുകൂടെ വെച്ചിട്ട് ഒരു ബോളാക്കി എടുക്കണം. ഇതിപ്പോൾ മൈദയും മുട്ടയും ഒരു 1/2 സ്പൂണ് ഷുഗർ ഇട്ടോളൂ, ഉപ്പ് പാകത്തിന് ഉപ്പ് ഇത്ര ഇട്ടുള്ളൂ. ഞാനിതിങ്ങനെ ഈ പേപ്പർ വെച്ചെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ടേബിളിൽ തന്നെ ഇട്ട് ചെയ്യാം. എണ്ണയൊക്കെ ഉള്ളത് കൊണ്ട് ടേബിള് വൃത്തികേടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത്. ടേബിളിൽ നേരിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതെ അതെ, ചെറിയ ബോളാക്കണം അല്ലേ? ഫസ്റ്റ് ചെറിയ ബോളാക്കണം. ഇച്ചിരി എണ്ണയൊക്കെ വെച്ച് വെക്കുക, ഡ്രൈ ആകാതിരിക്കാനേ. ഈ ഓരോ ബോളും ഓരോ പൊറോട്ടയാണ്. അതെ അതെ, അതിനാ ഇതെല്ലാം ബോളിൽ എണ്ണ തൂക്കണം അല്ലേ? എണ്ണ ഇത് ബോളിൽ എണ്ണ തൂത്ത് ഒന്ന് കവർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. കാരണം ഡ്രൈ ആകാതിരിക്കും ഈ മാവ്. അതിനാ പിന്നെ എന്നാൽ ഇതൊന്ന് മൂടി വെച്ച് തരാം. അപ്പോഴേ മാവ് ഡ്രൈ ആകാതിരിക്കും. ഉണങ്ങിപ്പോയാലേ പിന്നെ അത്ര സോഫ്റ്റ് കിട്ടത്തില്ല. മൂടി വെക്കണമെന്നുണ്ട്. അതന്നെ കടയിൽ തുണി ഇടുന്നതല്ലേ? അതെ അതെ, നമ്മൾ മാവ് കുഴച്ചിട്ട് വന്നാലും ഇത് മൂടി വെച്ചാ വെക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ മൂടി ഇടും, അല്ലെങ്കിൽ അതങ്ങ് ഡ്രൈ ആയിപ്പോകും. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുക. കോളി ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ് ഒരു 10-15 മിനിറ്റായി. ഇനിയിപ്പോൾ ഇതൊന്ന് എടുക്കണം അല്ലേ? ഓരോന്നെടുത്തിട്ട് നമുക്ക് ഒന്ന് പരത്തിയെടുക്കാനായിട്ട് വീശി അടിക്കണം. അപ്പോൾ നമ്മുടെ എളുപ്പത്തിന് വേണ്ടി ഫോയിൽ പേപ്പറൊക്കെ മാറ്റി മേശ തന്നെ ആക്കി അവസാനം അല്ലേ? അതെ, മേശയിൽ ഇച്ചിരി എണ്ണയായാലും കുഴപ്പമില്ല. അതെ, ഇവിടെ ചുറ്റി ഇതായി വരുന്നത്.
ഇതാണ് പൊറോട്ടേൻ്റെ ഓരോ വളയങ്ങൾ വരുന്നത് അല്ലേ? അതെ. നമ്മുടെ പൊറോട്ടയുടെ റോളാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം പരത്തുകയാണ്. പരത്തി ഒരു ഘട്ടം പൂർത്തിയായി, രണ്ടാം ഘട്ടത്തിലേക്ക് കിടക്കുക അല്ലേ? അതെ. പൊറോട്ട പരത്തി ഒരെണ്ണം നമുക്ക് ഇട്ട് നോക്കാം. നല്ലപോലെ അടിക്കും. പൊറോട്ട കാണുമ്പോൾ തന്നെ നല്ലൊരു ഭംഗിയാട്ടോ. അടിപൊളി. ടേസ്റ്റ് ഒക്കെ ഉണ്ട്. കടയിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും ടേസ്റ്റാണ്. അത് മുട്ടയൊക്കെ ചേർത്തതിൻ്റെ ആയിരിക്കും ചിലപ്പം അല്ലേ? ഇത്ര സിമ്പിളാണെങ്കിൽ ഇനിമ ഒരു വീട്ടിൽ തന്നെ പൊറോട്ട ഉണ്ടാക്കി കഴിക്കാം. പക്ഷെ ഒരു കുഴപ്പമുണ്ടോ മച്ചി, ഇതിൻ്റെ കൂട്ടത്തിലൊരു നല്ല ബീഫ് വരട്ടിയതും കൂടെ വേണമായിരുന്നു. എന്നാൽ സൂപ്പറായിരുന്നു ഒന്നോടെ. അടുത്ത സമയം നമുക്ക് അങ്ങനെ അതെ അല്ലേ? അപ്പോൾ എന്നിട്ട് നല്ല അടിപൊളി പൊറോട്ടയാണ് അമ്മച്ചി ഉണ്ടാക്കി തന്നിരിക്കുന്നത്. കാരണം കടയിൽ നിന്നൊക്കെ പൊറോട്ട നമ്മൾ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. പക്ഷെ ഇതുപോലെ ഇത്ര സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാന്നുള്ളതൊരു അത്ഭുതം തന്നെയാണ്. ഇങ്ങനെ അത് ചെറിയ സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടല്ലേ? പിന്നെ ഒന്നൊരു ടേബിളും കാര്യങ്ങളൊക്കെ വേണമെന്നുള്ളൊരു ചെറിയ ഇതേ ഉള്ളൂ. കുറച്ചും കൂടെ വീശിയൊക്കെ എടുത്ത് ഉണ്ടാക്കാൻ പറ്റും സൗകര്യങ്ങളുണ്ടെങ്കിൽ. പുറത്തായതുകൊണ്ട് സൗകര്യക്കുറവില്ല. അതെ, എന്തായാലും നല്ല സൂപ്പർ പൊറോട്ടയാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് കുറച്ച് മൈദയും കുറച്ച് എണ്ണയും 2 മുട്ടയും അല്ലേ, എല്ലാം മതി. അങ്ങനെ കുറച്ച് സാധനങ്ങൾ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അമ്മച്ചീനെ അറിയിക്കുക. അപ്പോൾ എന്തായാലും സൂപ്പർ പൊറോട്ടയാണ്. ബാക്കി നമുക്ക് ഇരുന്ന് കഴിച്ച് ചേർക്കാം. വേറെ കറി ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം അല്ലേ? അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നമുക്ക് വരാം. അപ്പോൾ എല്ലാവർക്കും ബൈ.